ഇന്ന് നമ്മുടെ പൊതിച്ചോറിനുള്ള മീനൊന്ന് കാട്ടിത്തരാൻ വിചാരിച്ചു കേട്ടോ ഞാൻ. നമുക്കെപ്പോഴും മുള്ളനൊക്കെ കിട്ടിയാൽ ഇത്ര സൂപ്പറായിട്ട് മുള്ളൻ കിട്ടാറില്ല. ഇത്തവണ നമുക്ക് നല്ല കറക്റ്റായിട്ട് നല്ല മുള്ളൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കോഴിക്കോട് നിന്ന് കടൽ തീരത്തുനിന്ന് വണ്ടി ഓട്ടം പോയപ്പോൾ അങ്ങനെ മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ കോഴിക്കോട് നിന്ന് വണ്ടി ഓട്ടം പോയപ്പം അങ്ങനെ മേടിച്ചിട്ട് വന്നതാണ്. കാരണം ഇത് കണ്ടോ, പുതിയ മീനാണ്. അപ്പം പിടിച്ച് അപ്പം കൊണ്ടുവന്ന മീനാണ്. നമുക്കിതിങ്ങനെ കണ്ടിച്ചെടുക്കണം. എൻ്റെ വാരിൻ്റെയൊക്കെ ഒരു ചന്തം കണ്ടോ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പെട്ടെന്ന് നല്ല പുതിയ മീൻ എങ്ങനെ തിരിച്ചറിയാമെന്നറിയാവോ? ഇത് കണ്ടോ, ഇതൊരു ലൈറ്റ് റോസ് കളറായി കഴിഞ്ഞാൽ മീൻ വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് കേടായതായിരിക്കും. ഇത് കണ്ടോ, പുതിയ മീനിൻ്റെ ഇതാണത് കണ്ടോ, ഈ കളറായിരിക്കും. അല്ലെങ്കിൽ ഒരു കളർ മങ്ങിയ പോണൊക്കെ ഇരിക്കും. ഇത് പുതിയ മീനാണ്, ഒട്ടും പഴകാത്ത പിടിച്ച വടി കൊണ്ടുവന്നിരിക്കുന്ന മീനാണ്. അതാ കാട്ടിത്തരാമെന്ന് വിചാരിച്ചേട്ടോ. ഇതാ ഇങ്ങനെ നോക്കിയിട്ട് മീൻ വാങ്ങിയാൽ മതിയാവും. ഇത് കണ്ടോ, അങ്ങനെ നല്ല കല്ല് പോലത്തെ മുള്ളൻ കിട്ടിയിട്ടുണ്ട്. ഇവരെ നല്ല പച്ചക്കുരുമുളകൊക്കെ തേച്ച് അരച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തേച്ച് അങ്ങ് വറുത്തെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അതുണ്ടോ മീൻ, അപ്പോൾ കാണണ്ടേ അല്ല. നല്ല മുഴുത്ത മീനാണ് കേട്ടോ, ചെറിയ മീനല്ലേ. നല്ല വലിപ്പമുള്ള മീനുകളാണ്. നല്ല വലിപ്പമുള്ള മുള്ളനാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ. വാലൊക്കെ കണ്ടോ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കിയേ. നല്ല കളർഫുള്ളായിട്ടില്ലേ കണ്ടോ. അപ്പം നമ്മുടെ പൊതിച്ചോറിനുള്ള മീനാണ് കേട്ടോ ഇത്. രണ്ടെണ്ണം ഇങ്ങനെ വറുത്തങ്ങ് വെച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ, അതതിന് മീതെയായിരിക്കും. ഇതാ അപ്പം ഞാനിവനെ വെട്ടി വെടിപ്പാക്കി. ഇനി നമ്മുടെ പൊതിച്ചോറിൻ്റെ കൂടെ ഇവന്മാരെ കാണാം കേട്ടോ.